പാർട്ടിയിൽ പോകണം, ഒരു പാർട്ടിയിൽ പോകാൻ കഴിഞ്ഞില്ല. സ്വന്തമായിട്ട് പാർട്ടിയില്ലാതിരിക്കാനുള്ള സംഘടന ഈ പാർട്ടിയെ കുറച്ചുകളാണ്. ആണോ? അതിനെ ഒഴികെ പഠിച്ചില്ലേ? മോളെ അഞ്ചോളം കഴിച്ചു ലക്ഷങ്ങൾ പറയാം. ആൾക്കാരെ അപ്പോൾ പാവങ്ങളുടെ വീട്ടിൽ വന്നത് ഇരിക്കുവാണ്. എത്തിരി പഠിച്ച മറ്റൊക്കെ കിടച്ചു കൊടുക്കി സന്ദേഹം വന്നത്. കാണാറുണ്ട് ജസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ പോയത്. ജസ്റ്റ് യൂണിവേഴ്സിറ്റി താല്പര്യം പോകും. എനിക്ക് ഇതിനകത്ത് ഒരു പാർട്ടി കണ്ടിട്ട് വേറെ പാർട്ടി കണ്ടിട്ട് താമസിച്ചില്ല. വേറെ ഹോട്ടൽ താമസിച്ചില്ല. നിങ്ങൾക്ക് പഠിക്കാനല്ലോ ഒന്നും ഞാൻ മനസ്സിലാക്കി. ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ്. രണ്ടുപേരാണ് അത്തരത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. അതിലൊരാൾ പറഞ്ഞിരിക്കുന്നത് തനിക്ക് PF ആനുകൂല്യം അടക്കമുള്ള ആനുകൂല്യങ്ങൾ കോളേജിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ ശമ്പളം ചോദിച്ചപ്പോൾ കോളേജിൽ നിന്ന് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല വളരെ മോശപ്പെട്ട അനുഭവമാണ് കോളേജിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതെന്നും ഓഫീസ് ജീവനക്കാരനായിട്ടുള്ള ഗോപകുമാർ പറഞ്ഞിരിക്കുന്നു. ഇതിനെതിരെ തന്നെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചത് അടക്കമുള്ള നീതി നിഷേധത്തിനെതിരെ തിരുവനന്തപുരം ജില്ലാ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതായും ഗോപകുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കോളേജിൽ വന്ന ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നേടുന്നതിനും മറ്റ് സംവിധാനങ്ങൾക്കും വേണ്ടിയായിരുന്നു അദ്ദേഹം നേരത്തെ വന്നത്. എന്നാൽ കഴിഞ്ഞ 14 വർഷമായി നേരിടുന്ന ഒരു പീഡനം, അന്ന് മുതൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇതെല്ലാം തട്ടിയെടുത്തു എന്ന് തന്നെയാണ് ഗോപകുമാർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെയുള്ള അധ്യാപികയുടെ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ മോശം പരാമർശമടങ്ങുന്ന ഓഡിയോ ക്ലിപ്പുകളുമായി അവരും രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും കഴിയും തോറും വിദ്യാർത്ഥികളുടെ സമരം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വം ഇത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി നായർക്കെതിരെയുള്ള തെളിവുകൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്നലെ വരെ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത വിദ്യാർത്ഥികൾ ഒന്നടങ്കം ലക്ഷ്മി നായർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ പാടെ നിഷേധിച്ചുകൊണ്ട് ലക്ഷ്മി നായർ ആ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം. ഒരു തെളിവ് ഹാജരാക്കാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്നതിനോ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നലെയും ഇന്നുമായി ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലുള്ള റെക്കോർഡുകളും ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ അർത്ഥത്തിൽ സമരം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. VS അച്യുതാനന്ദൻ അടക്കം സമരവേദിയിലേക്ക് എത്തി വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്ന് കടന്നുപോയിരിക്കുന്നു. പ്രധാനമായും പറഞ്ഞത് താൻ നേരിട്ട ദുരനുഭവങ്ങൾ സംബന്ധിച്ചാണ്. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന നേരിടേണ്ടി വന്ന ഒരു പ്രയാസം സംബന്ധിച്ചാണ് ഗോപകുമാർ പ്രധാനമായും മാധ്യമങ്ങളോട് പറഞ്ഞത്. മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, മോശമായിട്ടുള്ള പരാമർശങ്ങൾ, അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് തനിക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. ശമ്പളം ചോദിക്കുമ്പോൾ പോലും കൃത്യമായി നൽകിയിരുന്നില്ല. 14 വർഷമായി താൻ ഇവിടെ ജോലി ചെയ്യുന്നു. PF അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് താൻ അർഹനാണ്. എന്നാൽ ഇതൊക്കെ തന്നെ ഒപ്പിട്ട് വാങ്ങിച്ചിട്ടും PF അടക്കം തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ടും ആ ആനുകൂല്യങ്ങളൊന്നും തന്നെ തരാതെയാണ് തന്നെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. മാത്രവുമല്ല യാതൊരു വിധത്തിലുള്ള കാരണവും കൂടാതെയാണ് തന്നെ പിരിച്ചുവിട്ടത് എന്നൊരു ആരോപണവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് കാരണത്താലാണ് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് എന്ന് വ്യക്തമായി പറയാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് മോശമായ രീതിയിൽ സംസാരിക്കുകയും ആനുകൂല്യങ്ങൾ അടക്കം നിഷേധിക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഗോപകുമാർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മീഷണർക്ക് പരാതി നൽകിയതായും ഗോപകുമാർ അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്മി നായർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞത് വിദ്യാർത്ഥികൾക്ക് കോളേജിലോ ഹോസ്റ്റലിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിയന്ത്രണമോ നിരോധമോ ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി വരുന്നത്. പൂർണ്ണമായി രാഷ്ട്രീയ സ്വാതന്ത്ര്യം കോളേജിൽ അക്കാദമിയിൽ അനുവദിച്ചിട്ടുണ്ട് എന്നായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലക്ഷ്മി നായർ പറഞ്ഞത്. എന്നാൽ അതിന് അക്ഷരാർത്ഥത്തിൽ നിഷേധിക്കുന്ന തെളിവുകളാണ്, ഓഡിയോ സംഭാഷണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായരുടെ അധിക്ഷേപത്തിനിരയായ വിദ്യാർത്ഥിനികളിൽ ഒരാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ. കോളേജിൽ സംഘടനാ പ്രവർത്തനത്തിന് നിയന്ത്രണമില്ല എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികൾ അത്തരത്തിൽ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ശാസിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്താണ് ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അനുഭവം എന്താ? ഞാനിത് നേരിട്ട് കണ്ട ഒരു വിദ്യാർത്ഥിനിയാണ്. ഈ പറയപ്പെടുന്ന ഇന്നലെ ഓഡിയോ പുറത്തുവിട്ട വിദ്യാർത്ഥിനി നേരിട്ട് അത് പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയത് പോലുമല്ല. ആ കുട്ടിയുടെ റൂംമേറ്റ് ഈ പറയുന്ന ഒരു പാർട്ടിയിലെ ഒരു അംഗമാണ്. അതിനെ തുടർന്ന് ആ പാർട്ടിയിലെ കുട്ടികളുമായി ഈ പറയുന്ന ഫസ്റ്റ് ഇയർ ആയിരുന്നു ഈ കുട്ടി പഠിക്കുന്നത്. വിദ്യാർത്ഥിനി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട പ്രിൻസിപ്പൽ ഈ 2 കുട്ടികളെ ഇവർ ഈ പാർട്ടിയിലെ പ്രവർത്തകരാണെന്ന് ആരോപിച്ചുകൊണ്ട്, പാർട്ടിയിലെ മെമ്പർഷിപ്പ് പോലും അവരെടുത്തിട്ടില്ല, അവർ ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല, എന്നിട്ടാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഇത്തരത്തിൽ അസഭ്യം പറയുകയും അവരുടെ മാതാപിതാക്കളെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഈ പ്രിൻസിപ്പലിനെ നേരിട്ട് ഈ കുട്ടികളുടെ മാതാപിതാക്കളുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ അഡ്മിഷന് വന്ന് കണ്ട ഒരു പരിചയം മാത്രമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയെ ഇത്രത്തോളം ഭീഷണിപ്പെടുത്തിയ ഒരു പ്രിൻസിപ്പൽ എങ്ങനെയായിരിക്കും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു പെൺകുട്ടിയോടുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ.
ഞങ്ങൾ ഈ കാര്യങ്ങൾ നേരത്തെ ആരോപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഡോക്ടർ ലക്ഷ്മി നായർ പത്രസമ്മേളനം വിളിക്കുകയും ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് പറയുന്നത്. ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയാണ്, ആ പത്രസമ്മേളനത്തിൽ അവർ പങ്കിട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ശരിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പോഴും ഇവർ ഈ പദവിയിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏതൊരു വ്യക്തിക്കും ഇത്രത്തോളം തെളിവുകൾ പുറത്തു വന്ന ശേഷം 4 ക്രിമിനൽ കേസുകൾ ഇപ്പോൾ അവരുടെ പേരിലുണ്ട്. SC/ST കമ്മീഷനിൽ കേസുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കേസുണ്ട്, യൂത്ത് കമ്മീഷൻ്റെ കേസുണ്ട്. ഇത്രയധികം അലിഗേഷൻസ് നേരിടുന്ന, ഇത്രയധികം കേസുകൾ നേരിടുന്ന ഒരു പ്രിൻസിപ്പൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പളായിട്ട് തുടരാൻ സാധിക്കുക? പ്രിൻസിപ്പൾ വിദ്യാർത്ഥികളോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുക മാത്രമല്ല, പെൺകുട്ടികളോടൊക്കെ അസഭ്യമായ രീതിയിലും മോശമായ രീതിയിലാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും അസഭ്യം എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യമാണ് പറയുന്നത്. നമ്മുടെ പെൺകുട്ടികളുടെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ഉള്ള അധിക്ഷേപങ്ങളാണ് എപ്പോഴും ഇവർ കുട്ടികളുടെ നേരെ ആരോപിക്കാറുള്ളത്. അതിന് ഒരു ബേസിക്കായ ഒരു കാരണങ്ങളും ഇല്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഈ കോളേജിൽ കുറച്ച് സൗന്ദര്യമുള്ള നിറമുള്ള കുട്ടികളെ പ്രിൻസിപ്പളിന് തീരെ ഇഷ്ടമല്ല. ഒന്ന് മുടിയൊന്നും അഴിച്ചിട്ടിട്ട് വന്നതിൻ്റെ, കോളേജിൽ മുടി അഴിച്ചിട്ടിട്ട് വരുന്നതിൻ്റെ പേരിൽ, കോളേജിൽ നല്ലൊരു ഭംഗിയുള്ള വസ്ത്രം ധരിച്ചിട്ട് വന്നതിൻ്റെ പേരിൽ, ക്ലാസ്സിലുള്ള ഒരു ആൺകുട്ടിയോട് സംസാരിക്കുന്നതിൻ്റെ പേരിൽ, ഇങ്ങനെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ പെൺകുട്ടികളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യം പറയുകയാണ് ചെയ്യാറുള്ളത്. ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമോ ഞങ്ങൾക്ക് ഔട്ടിങ്ങിന് പോകണമെന്നോ വെളിയിൽ പോകണമെന്നോ ഒന്നുമല്ല. ഞങ്ങൾക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കണം. ഞങ്ങൾക്ക് മാനസിക സംഘർഷങ്ങളില്ലാതെ ഇവിടെ പഠിച്ചിറങ്ങണം. ഇനി വരുന്ന കുട്ടികൾക്ക് 5 വർഷം ഇവിടെ സുഖമായിട്ട് പഠിച്ചിറങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം. അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. തീർച്ചയായിട്ടും മഞ്ജിത, ഇത്തരത്തിൽ ലക്ഷ്മി നായർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന തരത്തിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി പുറത്തു വരുന്നു. അതിനെ സാധൂകരിച്ചുകൊണ്ട് അതിനെ നേരിട്ട് അവരുടെ ഭീഷണിക്ക് ഇരയായവർ അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിച്ചവർ അത് സാധൂകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. തീർച്ചയായിട്ടും ലക്ഷ്മി നായർ കഴിഞ്ഞ ദിവസം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ എണ്ണി പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്.